നിങ്ങളിൽ ആരൊക്കെയുണ്ട് വണ്ടിപ്രാന്തന്മാരായിട്ട്? എനിക്കത്ര ക്രേസ് ഇല്ലെങ്കിലും ഇഷ്ടമാണ് വണ്ടികളെക്കുറിച്ച് കേൾക്കാനും അറിയാനും. ഏറെ നാൾ ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കിയിരുന്ന ഒരു മോട്ടോർ സൈക്കിളിന്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. രാജ്ദൂതിനെ കുറിച്ചുള്ള കഥ. ഇന്ത്യൻ ഇരുചക്ര വാഹനങ്ങളുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതും പ്രശസ്തവുമായ ഒരു ബ്രാൻഡാണ് രാജ്ദൂത് മോട്ടോർ സൈക്കിൾ. പല ഇന്ത്യക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്കൊരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒന്നാണ്. യാത്രകൾക്കായി വിശ്വസനീയമായതും ശക്തമായുമുള്ള ഒരു മാർഗമെന്ന നിലയിൽ ഈ ബ്രാൻഡ് പ്രശസ്തമായി. രാജ്ദൂതിന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടായിരുന്നു. അടുത്തിടെ ചർച്ചകളിൽ രാജ്ദൂത് എന്ന പേര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഭാവിയിൽ ഇത് തിരിച്ചു വരുമോ എന്ന സംസാരം ജനങ്ങൾക്കിടയിൽ ഉയരുകയും ചെയ്തു. രാജ്ദൂത് മോട്ടോർ സൈക്കിളുകളുടെ ആദ്യകാല ജനപ്രീതിയും നിലനിന്നിരുന്ന സാന്നിധ്യവും ഇന്ത്യൻ ജനതയുടെ ഒരു പ്രധാന ആവശ്യം നിറവേറ്റിയെന്ന് കാണിക്കുന്നു. ആളുകൾക്ക് താങ്ങാനാവുന്നതും ആശ്രയിക്കാവുന്നതുമായ സ്വകാര്യ ഗതാഗത മാർഗം ആവശ്യമായിരുന്നു. റോഡുകൾ അത്ര നല്ലതല്ലാത്ത പ്രദേശങ്ങളിൽ ഇത് പ്രത്യേകിച്ചും വ്യക്തമാക്കി തന്നു. XLT പോലുള്ള മോഡലുകൾ വളരെ കാലം മുമ്പേ നിർമ്മിക്കപ്പെട്ടിരുന്നു. കൂടാതെ അത് ഗ്രാമങ്ങളിൽ അവ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ആ കാലഘട്ടത്തിലെ നിരവധി ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ഈ ബൈക്കുകൾ നിറവേറ്റിയെന്നാണ് ഇത് കാണിക്കുന്നത്. ഇന്ത്യയിലെ രാജ്ദൂത് മോട്ടോർ സൈക്കിളുകളുടെ കഥ ആരംഭിച്ചത് 1960കളിലാണ്. പ്രധാനമായും കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ പേരുകേട്ട എസ്കോട്സ് ഗ്രൂപ്പ് മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1962 എസ്കോട്സ് ഗ്രൂപ്പ് 175cc എഞ്ചിനോട് കൂടിയ പോളിഷ് SHL M11 മോട്ടോർ സൈക്കിൾ നിർമ്മിക്കാൻ തുടങ്ങി. അവർ അത് രാജ്ദൂത് എന്ന പുതിയ ബ്രാൻഡ് നെയിമിൽ വിറ്റു. ഇന്ത്യയിൽ അവതരിപ്പിച്ച ആദ്യത്തെ മോഡൽ രാജ്ദൂത് XLT ആയിരുന്നു. എഞ്ചിന്റെ ബോറും സ്ട്രോക്കും 61.5 മില്ലിമീറ്റർ ഇൻറ്റു 58 മില്ലിമീറ്റർ ആയിരുന്നു. ഒരു എഞ്ചിനിൽ ബോർ എന്നത് സിലിണ്ടറിന്റെ വ്യാസത്തെ സൂചിപ്പിക്കുന്നു. അതേസമയം സ്ട്രോക്ക് എന്നത് പിസ്റ്റൺ അതിന്റെ ചക്രത്തിൽ സഞ്ചരിക്കുന്ന ദൂരത്തെ സൂചിപ്പിക്കുന്നു. മോട്ടോർ സൈക്കിളിന് 13 ലിറ്റർ ഇന്ധനം ഉൾക്കൊള്ളാൻ കഴിയും. സോവിയറ്റ് കാലഘട്ടത്തിലെ മോട്ടോർ സൈക്കിളുകളോട് സാമ്യമുള്ളതായി രാജ്ദൂത് XLT കാണപ്പെട്ടു. ഇതാദ്യം വിറ്റത് കറുപ്പ് നിറത്തിലാണ്. ഇതിന് 3 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ ആദ്യകാല രാജ്ദൂത് മോഡൽ പെട്ടെന്ന് തന്നെ അതിന്റെ ശക്തമായ നിർമ്മാണത്തിന് പേരുകേട്ടതായി. ഇത് ഇന്ത്യയിലെ വ്യത്യസ്തവും പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതുമായ റോഡ് സാഹചര്യങ്ങൾക്ക് വളരെ അനുയോജ്യമാക്കി. ചില മോഡലുകൾക്ക് ഏൾസ് ഫോർക്ക് ഫ്രണ്ട് സസ്പെൻഷനും ഉണ്ടായിരുന്നു. ഇത് യാത്ര കൂടുതൽ സുഗമമാക്കി. XLTക്കൊപ്പം രാജ്ദൂത് ഡീലക്സും അവതരിപ്പിച്ചു. ബോഡി പാർട്സ്, സസ്പെൻഷൻ, ഗിയർ ബോക്സ് എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു ചെറിയ പതിപ്പായിരുന്നു അത്. 1960കൾ അവസാനിച്ചപ്പോൾ രാജ്ദൂത് സൂപ്പർ D175നെ അതിന്റെ ശ്രേണിയിലേക്ക് ചേർത്തു. യഥാർത്ഥ 175cc മോഡലിന്റെ 4 സ്പീഡ് പതിപ്പായിരുന്നു ഇത്. അറിയപ്പെടുന്ന പോളിഷ് ഡിസൈൻ ഉപയോഗിച്ച് വിപണിയിൽ പ്രവേശിക്കാനുള്ള രാജ്ദൂതിന്റെ പ്രാരംഭ പദ്ധതി ഒരു നല്ല തീരുമാനമായിരുന്നു. വളർന്നുവരുന്ന ഇന്ത്യൻ വിപണിയിൽ വേഗത്തിൽ സ്ഥാനം പിടിക്കാൻ ഇത് അവരെ അനുവദിച്ചു. SHL M11 പോലുള്ള അന്ന് നിലവിൽ ഉണ്ടായിരുന്നതും തെളിയിക്കപ്പെട്ടതുമായ ഒരു ഡിസൈൻ ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ എസ്കോട്സ് ഒരു പുതിയ മോട്ടോർ സൈക്കിൾ സൃഷ്ടിക്കുന്നതിലെ അപകട സാധ്യതകളും സമയവും ആദ്യം മുതൽ കുറച്ചു. കൂടാതെ ശക്തമായ ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കുന്നത് അക്കാലത്ത് ഇന്ത്യയിൽ സാധാരണമായിരുന്ന ദുഷ്കരമായ റോഡ് സാഹചര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കാണിച്ചു. 1970കളുടെ തുടക്കത്തിൽ രാജ്ദൂത് GTS 175 പുറത്തിറക്കി. ഈ മോഡൽ ബോബി എന്ന പേരിൽ വളരെ പ്രസിദ്ധമായി. ജനപ്രിയ ബോളിവുഡ് സിനിമയായ ബോബിയിൽ ഇത് പ്രധാനമായും പ്രത്യക്ഷപ്പെട്ടതിനാലാണിത്. ഈ മോഡലിന് 173cc 2 സ്ട്രോക്ക് എഞ്ചിനും ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകവും ഒതുക്കമുള്ളതുമായ ഒരു രൂപകൽപ്പനയാണ് ഉണ്ടായിരുന്നത്. 1983 ഒരു സുപ്രധാന സംഭവം നടന്നു. രാജ്ദൂത് യമഹയുമായി സഹകരിച്ച് രാജ്ദൂത് 350 അവതരിപ്പിച്ചു. ഇത് RD350 എന്നും പരക്കെ അറിയപ്പെട്ടിരുന്നു. ഈ ബൈക്ക് യമഹ RD350Bയുടെ ലൈസൻസ്ഡ് മോഡലായിരുന്നു. ഇതിന് കൂടുതൽ ശക്തമായ 347cc 2 സ്ട്രോക്ക് പാരലൽ ട്വിൻ എഞ്ചിനാണ് ഉണ്ടായിരുന്നത്. ഈ മോഡലുകൾ അവതരിപ്പിച്ച ക്രമം രാജ്ദൂതിന്റെ ഉൽപ്പന്ന തന്ത്രത്തിലെ വ്യക്തമായ മാറ്റത്തെ കാണിക്കുന്നു. XLT ഉപയോഗിച്ച് അടിസ്ഥാനപരവും വിശ്വസനീയവുമായ ഒരു മോട്ടോർ സൈക്കിളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബ്രാൻഡ് ആരംഭിച്ചത്. പിന്നീട് GTS ഉപയോഗിച്ച് സ്റ്റൈലിഷും യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ളതുമായ ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്താൻ അവർ വികസിച്ചു. ഒടുവിൽ RD350 ഉപയോഗിച്ച് അവർ ഹൈ പെർഫോമൻസ് മാർക്കറ്റിൽ പ്രവേശിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ വിപണിയെയും കാലക്രമേണ ഉപഭോക്താക്കളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മുൻഗണനകളെയും ഈ പുരോഗതി പ്രതിഫലിപ്പിച്ചിരുന്നു. ഓരോ പ്രധാന രാജ്ദൂത് മോഡലിനും അതിൻ്റെതായ സാങ്കേതിക വിശദാംശങ്ങളും അതുല്യമായ സവിശേഷതകളും ഉണ്ടായിരുന്നു. ഈ സവിശേഷതകൾ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ വിപണിയിൽ അവരുടെ സ്ഥാനം കണ്ടെത്താൻ അവരെ സഹായിച്ചു. മുൻപ് സൂചിപ്പിച്ച പോലെ രാജ്ദൂത് XLTക്ക് 173cc 2 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഉണ്ടായിരുന്നത്. ഈ എഞ്ചിൻ ഏകദേശം 7.5 ഹോഴ്സ് പവറും ഏകദേശം 12.7 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉൽപ്പാദിപ്പിച്ചു. തുടക്കത്തിൽ ഇതിന് 3 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ടായിരുന്നു. ഇത് പിന്നീട് 4 സ്പീഡ് ഗിയർ ബോക്സ് ആയി മെച്ചപ്പെടുത്തി. XLT പ്രധാനമായും അതിന്റെ വിശ്വാസ്യതയ്ക്ക് പേരുകേട്ടതാണ്. ഗ്രാമപ്രദേശങ്ങളിലെ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാക്കുന്ന ശക്തമായ ബിൽഡ് ക്വാളിറ്റി ഇതിനുണ്ടായിരുന്നു.
ലളിതമായ മെക്കാനിക്കൽ രൂപകൽപ്പനയാണ് ഇതിനുണ്ടായിരുന്നത്. അതിനാൽ മെയിന്റനൻസ് എളുപ്പവുമായിരുന്നു. രാജ്ദൂത് GTS 175-ന് 173cc 2-സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനും ഉണ്ടായിരുന്നു. ഇത് 5000 RPM-ൽ പരമാവധി 9 bhp കരുത്തും 3500 RPM-ൽ 13.5 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിച്ചു. ഇതിന് 3-സ്പീഡ് ട്രാൻസ്മിഷനാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ചെറിയ വലിപ്പവും അതുല്യമായ രൂപകൽപ്പനയുമായിരുന്നു അതിന്റെ പ്രധാന സെല്ലിംഗ് പോയിന്റുകൾ. അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ മങ്കി ബൈക്ക് എന്ന് വിളിച്ചിരുന്നത്. GTS 175 വളരെ ജനപ്രിയമായി, പ്രത്യേകിച്ച് യുവ റൈഡർമാർക്കിടയിൽ. ഇത് യുവത്വത്തിന്റെയും പ്രണയത്തിന്റെയും പ്രതീകമായി മാറി. രാജ്ദൂത് 350-ക്ക് കൂടുതൽ ശക്തമായ 347cc 2-സ്ട്രോക്ക് എയർ കൂൾഡ് പാരലൽ ട്വിൻ എഞ്ചിനാണ് ഉണ്ടായിരുന്നത്. ഇതിന് 2 കാർബറേറ്ററുകളും റീഡ് വാൽവുകളുമുള്ള 7 പോർട്ട് ടോർക്ക് ഇൻഡക്ഷൻ സിസ്റ്റവും ഉണ്ടായിരുന്നു. ഈ എഞ്ചിന്റെ ഹൈ ടോർക്ക് പതിപ്പ് ഏകദേശം 30.5 bhp ഉൽപ്പാദിപ്പിച്ചു. അതിന്റെ ലോ ടോർക്ക് പതിപ്പ് ഏകദേശം 26.5 bhp ഉൽപ്പാദിപ്പിച്ചു. താരതമ്യപ്പെടുത്തുമ്പോൾ യഥാർത്ഥ ജാപ്പനീസ് RD 350-ക്ക് ഏകദേശം 39 bhp ഉണ്ടായിരുന്നു. HD പതിപ്പിന് ഏകദേശം 32.3 Nm-ഉം LT പതിപ്പിന് ഏകദേശം 30.4 Nm-ഉമായിരുന്നു ടോർക്ക് കണക്കുകൾ. RD 350-ക്ക് 6-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന സെല്ലിംഗ് പോയിന്റുകൾ അതിന്റെ ഉയർന്ന പ്രകടനവും വേഗത്തിലുള്ള ആക്സിലറേഷനുമായിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ വിപണിക്ക് അവ അസാധാരണമായിരുന്നു. ഇത് റാപ്പിഡ് ഡെത്ത് എന്ന പേര് നേടിക്കൊടുത്തു. 6-സ്പീഡ് ഗിയർ ബോക്സിനും ടാക്കോമീറ്ററിനും ഇത് പേരുകേട്ടതായിരുന്നു. അക്കാലത്തെ ഇന്ത്യൻ മോട്ടോർ സൈക്കിളുകൾക്കായുള്ള നൂതന സവിശേഷതകളായിരുന്നു ഇവ. ഈ പ്രധാന മോഡലുകളുടെ സാങ്കേതിക വിശദാംശങ്ങൾ രാജ്ദൂത് മോട്ടോർ സൈക്കിളുകൾ എങ്ങനെ വികസിപ്പിച്ചുവെന്ന് കാണിക്കുന്നു. മുൻകാല കൂടുതൽ പ്രായോഗിക മോഡലുകളെ അപേക്ഷിച്ച് പ്രകടനത്തിൽ RD 350 ഒരു വലിയ ചുവടുവയ്പായിരുന്നു. രാജ്ദൂത് മോട്ടോർ സൈക്കിളുകൾ അവയുടെ മികച്ച വർഷങ്ങളിൽ മികച്ച സ്വീകാര്യതയും ജനപ്രിയതയും നേടിയിരുന്നു. XLT ഡീലക്സ് മോഡലുകൾ ഉൾപ്പെടെയുള്ള രാജ്ദൂത് 175 സീരീസ് വളരെ ജനപ്രിയമായി. അതിന്റെ നിർമ്മാണത്തിൽ രാജ്ദൂത് XLT ഡീലക്സ് മോഡലുകളുടെ ഏകദേശം 1.6 ദശലക്ഷം യൂണിറ്റുകൾ വിറ്റഴിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട്. ഇതിന് വിപരീതമായി RD 350-യുടെ വിൽപ്പന വളരെ കുറവായിരുന്നു. ഇന്ത്യയിൽ ഏകദേശം 7000 യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. അതിന്റെ ഉന്നതിയിൽ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ വിപണിയിൽ രാജ്ദൂത് ഒരു പ്രധാന സ്ഥാനം വഹിച്ചിരുന്നു. റോയൽ എൻഫീൽഡ്, ജാവ, SD തുടങ്ങിയ സ്ഥാപിത ബ്രാൻഡുകളുമായി അവർ മത്സരിച്ചു. ഈ സമയത്ത് ബ്രാൻഡിന്റെ ജനപ്രീതി നിരവധി ഘടകങ്ങൾ മൂലമായിരുന്നു. വ്യത്യസ്ത മോഡലുകൾ ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളെ ആകർഷിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ XLT-യുടെ വിജയം അതിന്റെ പ്രായോഗികതയും വിശ്വാസ്യതയും പ്രകടമാക്കി. ബോബിയുടെ വ്യാപകമായ പ്രശസ്തി സാംസ്കാരിക ബന്ധങ്ങളുടെ ശക്തമായ സ്വാധീനം എടുത്തുകാണിച്ചു. RD 350-യുടെ കൾട്ട് ഫോളോവിംഗ് അതിന്റെ വിൽപ്പന കുറവാണെങ്കിലും ഇന്ത്യയിൽ ഹൈ പെർഫോമൻസ് മോട്ടോർ സൈക്ലിങ്ങിനെ ആളുകൾ എങ്ങനെ വീക്ഷിച്ചു എന്നതിൽ വലിയ സ്വാധീനം ചെലുത്തി. 1980-കളുടെ അവസാനത്തിലും 1990-കളിലും ഇന്ത്യയിൽ രാജ്ദൂത് മോട്ടോർ സൈക്കിളുകളുടെ ജനപ്രീതിയിലും വിൽപ്പനയിലും ക്രമേണ കുറവ് അനുഭവപ്പെട്ടു. ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ വിപണിയിലെ വർദ്ധിച്ചു വരുന്ന മത്സരമായിരുന്നു ഈ ഇടിവിന് പ്രധാന കാരണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുറന്നതോടെ ഹീറോ, ഹോണ്ട, സുസുക്കി, യമഹ തുടങ്ങിയ ജാപ്പനീസ് നിർമ്മാതാക്കളിൽ നിന്നുള്ള കൂടുതൽ ആധുനികവും ഇന്ധനക്ഷമതയുള്ളതുമായ മോട്ടോർ സൈക്കിളുകൾ വിപണിയിലെത്തി. ഈ പുതിയ മോട്ടോർ സൈക്കിളുകൾക്ക് പലപ്പോഴും മികച്ച സാങ്കേതിക വിദ്യയും കൂടുതൽ ആധുനിക ഡിസൈനുകളും ഉണ്ടായിരുന്നു. ഇത് പഴയ രാജ്ദൂത് മോഡലുകളെ നേരിട്ട് വെല്ലുവിളിച്ചു. ഇന്ധനക്ഷമത കൂടുതലുള്ളതും ആധുനിക രൂപകൽപ്പനയുള്ളതും മികച്ച ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്നതുമായ മോട്ടോർ സൈക്കിളുകൾ ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇക്കാരണത്താൽ പഴയ രാജ്ദൂത് മോഡലുകൾ വാങ്ങുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നു. രാജ്ദൂത് 350-ന് അതിന്റെ താരതമ്യേന ഉയർന്ന ഇന്ധന ഉപഭോഗവും അതിന്റെ ഹൈ മെയിൻ്റനൻസ് കോസ്റ്റും പ്രൈസ് പ്രധാനമായിരുന്ന ഒരു മാർക്കറ്റിൽ ആവറേജ് ബയ്യർക്ക് ആകർഷകമല്ലാതാക്കി. കൂടാതെ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന രാജ്ദൂത് 175 സീരീസിന്റെ രൂപകൽപ്പന ഒരു കാലത്ത് പരിചിതവും വിശ്വസനീയവുമായിരുന്നെങ്കിലും മറ്റ് കമ്പനികൾ അവതരിപ്പിക്കുന്ന പുതിയതും കൂടുതൽ സ്റ്റൈലിഷുമായ മോട്ടോർ സൈക്കിളുകളെ അപേക്ഷിച്ച് പഴയതായി കാണാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ രാജ്ദൂതിന്റെ ജനപ്രീതിയിലും വിൽപ്പനയിലും ഉണ്ടായ ഇടിവിന് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. കൂടുതൽ ആധുനികവും ഇന്ധനക്ഷമതയുള്ളതുമായ മോട്ടോർ സൈക്കിളുകളിൽ നിന്നുള്ള വർദ്ധിച്ച മത്സരം, ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാറിക്കൊണ്ടിരിക്കുന്ന മുൻഗണനകൾ, ബ്രാൻഡിന്റെ പ്രധാന 2-സ്ട്രോക്ക് എഞ്ചിൻ സാങ്കേതിക വിദ്യയെ കാലഹരണപ്പെടുത്തിയ കർശനമായ എമിഷൻ നിയമങ്ങൾ എന്നിവയെല്ലാം ബ്രാൻഡ് ഒടുവിൽ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ കാരണമായി. രാജ്ദൂത് മോട്ടോർ സൈക്കിളുകളുടെ ഉൽപ്പാദനം ഘട്ടം ഘട്ടമായി നിർത്തി. രാജ്ദൂത് GTS 175 അഥവാ ബോബിയുടെ ഉൽപ്പാദന കാലയളവ് കുറവായിരുന്നു. 1984-ൽ അത് അവസാനിച്ചു. ഒരു ചെറിയ ഗ്രൂപ്പിനെ മാത്രം ഇത് ആകർഷിച്ചതിനാലും ഫാഷൻ ട്രെൻഡുകൾ മാറിയതിനാലുമാകാം ഇത്. രാജ്ദൂത് 350-ന്റെ ഉൽപ്പാദനം 1989-1990 കാലഘട്ടത്തിൽ അവസാനിച്ചു. ഉയർന്ന ഇന്ധന ഉപഭോഗം, ഉയർന്ന വില, അറ്റകുറ്റപ്പണി ആവശ്യങ്ങൾ എന്നിവ ഇതിന് കാരണങ്ങളായി. RD 355-യുടെ അവസാന യൂണിറ്റുകൾ 1991-ൽ വിറ്റഴിക്കപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. പ്രധാന 175 സീരീസായ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന രാജ്ദൂത് XLT ഡീലക്സ് മോഡലുകളുടെ ഉൽപ്പാദനം ഒടുവിൽ 2005-ൽ നിർത്തി. ഇന്ത്യയിൽ കർശനമായ യൂറോ 2 എമിഷൻ നിയമങ്ങൾ അവതരിപ്പിച്ചതാണ് ഫൈനൽ സ്റ്റോപ്പിന് പ്രധാന കാരണം. കാര്യമായതും ചെലവേറിയതുമായ നവീകരണങ്ങളില്ലാതെ
ഈ മോഡലുകളിൽ ഉപയോഗിക്കുന്ന 2-സ്ട്രോക്ക് എഞ്ചിൻ സാങ്കേതിക വിദ്യയ്ക്ക് ഈ പുതിയ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ല. ഇത് തുടർച്ചയായ ഉൽപാദനം സാമ്പത്തികമായി പ്രായോഗികമല്ലാതാക്കി. കൂടാതെ 2002-ൽ യമഹ എസ്കോർട്സിന്റെ മോട്ടോർ സൈക്കിൾ ഡിവിഷൻ വാങ്ങിയത് രാജ്ദൂത് ബ്രാൻഡിന്റെ തകർച്ചയിൽ ഒരു പങ്ക് വഹിച്ചു. ഇന്ത്യൻ വിപണിയിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യമഹ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രാജ്ദൂത് മോട്ടോർ സൈക്കിൾ നിർമ്മാണം അവസാനിച്ചത് ക്രമേണയുള്ള ഒരു പ്രക്രിയയായിരുന്നു. വിപണി സമ്മർദ്ദങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ മുൻഗണനകൾ, കർശനമായ പാരിസ്ഥിതിക നിയമങ്ങൾ എന്നിവയുടെ സംയോജനമാണ് ഇതിനെ സ്വാധീനിച്ചത്. യൂറോ 2 എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ജനപ്രിയമായ 175 സീരീസിന്റെ കഴിവില്ലായ്മ ഒടുവിൽ ഈ ഐക്കോണിക് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ബ്രാൻഡിന്റെ ഒരു യുഗത്തിന്റെ അവസാനമായി. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.